ഈശോയിൽ സ്നേഹമുള്ളവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 16 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മളിന്ന് ധ്യാനിക്കുക. യേശുവിൻ്റെ സുവിശേഷം ആത്മാർത്ഥമായി സ്വീകരിക്കുമ്പോൾ ക്രിസ്തുശിഷ്യൻ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ടാണ് ഇന്ന് സുവിശേഷം സൂചിപ്പിക്കുക. ഇവിടെ 16-ാം വാക്യം ഇപ്രകാരമാണ്: ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. അതിനാൽ നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാവുകളെപ്പോലെ നിഷ്കളങ്കരുമായിരിക്കുവിൻ. നന്മയുടെ പ്രതീകമാണ് ചെമ്മരിയാട്. എന്നാൽ സുവിശേഷത്തിനെതിരെ ഉണ്ടാകുന്ന അക്രമങ്ങളുടെ പ്രതീകമാണ് ചെന്നായ്. സർപ്പങ്ങളെപ്പോലെ വിവേകികളാകാൻ കർത്താവ് നമ്മളോട് പറയുകയാണ്. തനിക്കുണ്ടാകാൻ പോകുന്ന ആ നീക്കങ്ങളെ മുൻകൂട്ടി അറിഞ്ഞ് അതിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കുന്നതാണ് സർപ്പത്തിൻ്റെ പ്രത്യേകത. പ്രാവുകൾ ജീവിതത്തിൽ നൈർമല്യം, നിഷ്കളങ്കത കാത്തു സൂക്ഷിക്കുന്നവരാണ്. ഇതാണ് ഇതിൻ്റെ ആരംഭമായിട്ട് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കാനുള്ളത്. സുവിശേഷം വായിക്കുമ്പോൾ 3 കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നമുക്ക് കൊണ്ടുവരാം. നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് ക്രിസ്തു 3 പ്രാവശ്യം ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. തന്നെ പ്രതി ശിഷ്യന്മാരെ ആരെ സഹിക്കേണ്ടി വരും? തന്നെ പ്രതിയാണ്. യേശുവിൻ്റെ സുവിശേഷം ഒരു താത്വിക പ്രബോധനമല്ല, അതൊരു ജീവിതശൈലിയാണ്, യേശുവിനെ അനുഗമിക്കലാണ്. പക്ഷേ ഈ ഭയം ശിഷ്യത്വത്തിൻ്റെ മാറ്റുകളയുന്നു. യഥാർത്ഥ ശിഷ്യനായിരിക്കാൻ സാധിക്കാത്ത അവസ്ഥയിൽ ഭയപ്പാടിലാണ് ഇന്ന് പലരും. ഭയവും ആകുലതകളും സംശയങ്ങളും ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നിറയുമ്പോൾ യേശുവിനെ യഥാർത്ഥത്തിൽ അനുഗമിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. മാനുഷികമായ ഭീഷണികൾ അല്ലെങ്കിൽ അതുപോലുള്ള ചിന്താഗതികൾ, മാനദണ്ഡങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ നിറയുമ്പോൾ നമുക്ക് യഥാർത്ഥ ശിഷ്യനായിരിക്കുവാൻ സാധിക്കുകയില്ല. ചിലപ്പോഴൊക്കെ നിയമങ്ങളെ ഭയപ്പാടോടു കൂടിയിട്ടാണ് അനുസരിക്കുക. അടിമത്ത മനോഭാവത്തോടു കൂടി നമ്മൾ പലപ്പോഴും അനുസരിക്കാറുണ്ട്. അപ്പോൾ അവിടെ ശിഷ്യത്വത്തിൻ്റെ ആ മാറ്റ് കുറയുകയാണ്. രണ്ടാമത് നമ്മൾ ചിന്തിക്കുക യേശുവിൻ്റെ വാക്കുകളാണ്. ഗൃഹനാഥനെ അവർ ബേൽസബൂൽ എന്ന് വിളിച്ചെങ്കിൽ അവൻ്റെ കുടുംബാംഗങ്ങളെ എന്തു തന്നെ വിളിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, അപവാദ പ്രചരണത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുക. ഇന്നത്തെ പഴയ നിയമ വായന ജെറമിയായുടെ പുസ്തകത്തിലെ 11-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളാണ്. ജെറമിയ ഉൾക്കൊള്ളുന്ന സമൂഹം ജെറമിയാക്കെതിരെ ഗൂഢാലോചന നടത്തുകയാണ്. ജീവിക്കുന്നവരുടെ നാട്ടിൽ നിന്ന് നമുക്ക് അവനെ പിഴുതെറിയാം, അവൻ്റെ പേര് ഇനിമേൽ ആരും ഓർമ്മിക്കരുത് എന്ന് പറഞ്ഞ് അവർ ഗൂഢാലോചന നടത്തിയത് എനിക്കെതിരെയാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സ്വന്തക്കാരാണ്, കൂട്ടുകാരാണ്. അവരെ ഇപ്രകാരം ഒരു ഗൂഢാലോചന നടത്തുമെന്ന് ജെറമിയ ചിന്തിക്കുന്നേയില്ല. ദൈവത്തിൽ ആശ്രയിക്കുന്ന ജെറമിയായെ ദൈവം രക്ഷിക്കുന്നു. ഈ ഗൂഢാലോചനക്കാരെ ശിക്ഷിക്കപ്പെടുന്നു. നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് തിരിഞ്ഞു നോക്കാം. യേശുവിൻ്റെ ശിഷ്യനാകുമ്പോൾ കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുക എപ്പോഴും മറ്റുള്ളവരെപ്പറ്റി നല്ലത് പറയാൻ, ക്രിയാത്മകമായി സംസാരിക്കാൻ, പോസിറ്റീവായിട്ട് വിലയിരുത്താൻ നമുക്കുള്ള കടമയെപ്പറ്റി കർത്താവ് നമ്മോട് പറയും. ഇന്നത്തെ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ ചിലപ്പോൾ അതില്ലാതെ തന്നെ നമ്മുടെ സാധാരണ ജീവിതത്തിലൊക്കെ വന്നു പോകുന്ന കുറവുകളെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. ഇന്ന് ചിലർ ഒരാളുടെ സൽപ്പേര് അതൊന്നും നോക്കാതെ അസത്യവും അർദ്ധസത്യവും കൂട്ടിക്കലർത്തി ഇന്ന് മീഡിയയിൽ റീച്ച് കിട്ടാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ യേശു ശിഷ്യത്വം ജീവിതത്തിലെ ഒരു ആത്മാർത്ഥതയും പ്രത്യേകിച്ച് മറ്റുള്ളവരോട് നമ്മൾ കാണിക്കേണ്ട മാന്യതയും ആ പരസ്നേഹ മനോഭാവവും വ്യക്തമായിട്ട് എടുത്തു പറയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. മൂന്നാമത് നമ്മൾ ചിന്തിക്കുക, ശത്രുക്കൾ വലയം ചെയ്യുമ്പോൾ ദൈവം നിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുള്ളവനായി, ജാഗ്രതയുള്ളവനായി നിൻ്റെ കൂടെ വരും എന്നുള്ള യാഥാർത്ഥ്യമാണ്. നിന്നെ പീഡിപ്പിക്കുന്നവൻ ആത്യന്തികമായി വിജയിക്കാൻ അവിടുന്ന് അനുവദിക്കുകയില്ല.
ഇന്നത്തെ ലേഖനത്തിൽ ശ്ലീഹ പറയുക, മൺപാത്രത്തിലെ നിധിയായിട്ടാണ് ഈ വിശ്വാസം എന്നുള്ള ദാനം ലഭിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കണം. രണ്ട് കാര്യങ്ങളിവിടെ നമ്മൾ പ്രത്യേകിച്ച് ഓർക്കുക. ദൈവഭയം, ദൈവത്തെ ഭയക്കുന്നത് അത് ഭീതിയുടെ അടിസ്ഥാനത്തിലല്ല, ദൈവത്തിൻ്റെ പരമമായ അധികാരവും ദൈവത്തിൻ്റെ പരമമായ ശക്തിയും ഓർത്തുകൊണ്ട് നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ വികാര വിചാരങ്ങളാണ് ദൈവഭയം. യഥാർത്ഥ ദൈവഭയം മാനുഷികമായ മനുഷ്യനോടുള്ള, ലോകത്തിനോടുള്ള ഭയത്തിൽ നിന്ന് നമ്മെ വിമുക്തരാക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് ദൈവഭയം അത് പോസിറ്റീവായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെ ഉത്കണ്ഠകൾ മാറ്റാൻ ദൈവത്തിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കാൻ നമുക്ക് സാധിക്കണം. അതുപോലെ തന്നെ ദൈവത്തിൻ്റെ പരിപാലന, കുരുവികളെ കൃത്യമായി കാത്തു പരിപാലിക്കുന്നവൻ, നമ്മുടെ തലമുടി ഇഴകൾ അവയുടെ എണ്ണം പോലും കൃത്യമായിട്ട് അറിയുന്നവൻ, അവിടുന്ന് എല്ലാം അറിയുന്നു, എല്ലാം പരിപാലിക്കുന്നു എങ്കിൽ നിൻ്റെ ജീവിതവും അവിടുന്ന് പരിപാലിക്കും. ക്രിസ്തു ശിഷ്യൻ ദൈവഭയമുള്ളവനാകണം, ദൈവപരിപാലനയിൽ പൂർണ്ണമായിട്ടും ആശ്രയിക്കണം. അതാണ് മൂന്നാമത് നമ്മൾ മനസ്സിൽ കൊണ്ടുവരിക. അതുകൊണ്ട് നമ്മൾ ഈ ചിന്തകളെല്ലാം, ഈ 3 ചിന്തകളും കൊണ്ടുവരുമ്പോൾ പ്രത്യേകമായിട്ട് ഓർക്കുക, ഭയപ്പാടില്ലാതെ ക്രിസ്തു ശിഷ്യനായിരിക്കുക, അപവാദ പ്രചരണങ്ങൾക്ക് ചെവി കൊടുക്കാതിരിക്കുക, സർവോപരി ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കുക, കർത്താവ് നൽകുന്ന ധൈര്യത്തിൽ, ദിശാബോധത്തിൽ അടിയുറച്ച് മുന്നോട്ട് പോവുക, അവിടുന്ന് ഏൽപ്പിക്കുന്ന ദൗത്യം പൂർത്തിയാക്കുക, അവിടുത്തെ മഹത്വത്തിനായിട്ട് പ്രവർത്തിക്കുക. ഇതാണ് ഇന്നത്തെ സുവിശേഷം നൽകുന്ന സന്ദേശം. ഇതനുസരിച്ച് ജീവിക്കാൻ ഈശോ നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.